بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد، മഹാന്മാരായ സദാത്തുക്കൾ, ഉലമാക്കൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, എൻ്റെ പ്രസംഗത്തിൻ്റെ രത്നച്ചുരുക്കം നേരത്തെ മഗ്‌രിബ് നിസ്കാരത്തിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ വിശദീകരണം തന്നെയാണ് ഇവിടെയുള്ള എല്ലാ പ്രാസംഗികന്മാർക്കും പറയാനുള്ളത്. പത്ത് ലക്ഷത്തോളം ഹദീസ്, അതായത് നബി വചനങ്ങളും അവിടുത്തെ പ്രവർത്തനത്തിൻ്റെ റിപ്പോർട്ടുകൾ ഉൾക്കൊള്ളുന്ന 10 ലക്ഷത്തോളം ഹദീസുകൾ, അതിൽ നിന്ന് ആദ്യമായി പറഞ്ഞു കൊടുക്കുന്ന ഹദീസാണ് ഹദീസുർ റഹ്മത്ത് എന്ന് പേരുള്ള ഒരു ഹദീസ്. അതിൻ്റെ അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ യർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, പരിശുദ്ധ ഇസ്ലാം വർഗീയവാദത്തിൻ്റെ മതമല്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. 10 ലക്ഷം ഹദീസ് പോയിട്ട് 1 ലക്ഷം ഹദീസ് കാണാതെ അറിയുന്ന പണ്ഡിതന്മാർ പോലും ഇന്ന് ഇവിടെ ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. അങ്ങനെ 10 ലക്ഷം ഹദീസ്, ആ ഹദീസിൽ നിന്ന് ആദ്യമായി ഒരു ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുന്ന ഹദീസ് അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ. പരസ്പരം റഹ്മത്ത് ചെയ്യുന്നവർ, പരസ്പരം ഗുണം ചെയ്യുന്നവർ, സ്നേഹം കാണിക്കുന്നവർ, യർഹമുഹുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹു അവർക്ക് ഗുണം ചെയ്യും. ഈ ഒരു ഹെഡിങ് പറഞ്ഞതിൻ്റെ ശേഷം പ്രവാചക പ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇർഹമു മൻ ഫിൽ അർളി, നിങ്ങൾ ഈ ഭൂലോകത്തുള്ള എല്ലാവർക്കും ഗുണം ചെയ്യുക, എന്നാൽ യർഹംകും മൻ ഫിസ് സമാ, ആകാശത്തിൻ്റെ അധിപനായ ഉടമസ്ഥനായ അള്ളാഹു നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇവിടെ ഇർഹമു അൽ മുസ്ലിമീന എന്നോ അല്ലെങ്കിൽ അൻ നസാറ എന്നോ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഇർഹമു മൻ ഫിൽ അർള്, ഭൂലോകത്ത് ഉള്ള എല്ലാവരോടും നിങ്ങൾ കൃപ കാണിക്കണം, എല്ലാവർക്കും കൃപ ചെയ്യണം, എന്നാൽ ഈ ലോകത്തിൻ്റെ ഉടമസ്ഥനായ സൃഷ്ടാവായ അള്ളാഹു നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇത് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഹദീസാണ്. ഞാൻ എൻ്റെ ഗുരുനാഥനിൽ നിന്ന് മക്കയിൽ പോയി കുറച്ചു കാലം അവിടെ പഠിക്കാൻ ഒരു സ്ഥലത്ത് പോയിരുന്നു പകൽ സമയത്ത്.
അപ്പം ആദ്യമായി എൻ്റെ ഗുരുനാഥനിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞ ഹദീസ് ഇതാണ്. അതുമുതൽ എൻ്റെ ശിഷ്യന്മാർക്ക് ഞാൻ ആദ്യമായി പറഞ്ഞു കൊടുക്കുന്ന ഹദീസും ഇത് തന്നെയാണ്. ഇതിൻ്റെ പേര് ഹദീസുർ റഹ്മത്ത് എന്നാണ്. ആ പേര് വെക്കാൻ കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അഖില ലോക ചരാചരങ്ങൾക്കും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് പറയുന്നു. അതാണ് വ്യക്തമായി കാണാം. ദഖലത്ത് ഇംറാത്തുൻ നാറ ഫീ ഹിർറത്തിൻ ലം തുർസിൽഹാ വലം തുത്ഇംഹാ. ഒരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ടു, ഭക്ഷണം കൊടുത്തില്ല, പുറത്തെവിടെയെങ്കിലും പോയി വല്ല പ്രാണികളെയും പിടിച്ച് തിന്നാൻ വിട്ടയച്ചതുമില്ല. അങ്ങനെ ആ പൂച്ചയെ ബന്ദ് ചെയ്ത കാരണത്താൽ ആ സ്ത്രീ നരകത്തിൻ്റെ അവകാശിയായി. അതിന് നേരെ മാറ്റം, ഒരാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു നായ നനവുള്ള മണ്ണിൽ നാവ് കൊണ്ട് നക്കിക്കളിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ നായക്ക് ദാഹമുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലിലിട്ട ഷൂ എടുത്ത് അത് ബക്കറ്റ് കൊട്ടക്കോലിക്ക് പകരം പാത്രമാക്കി കിണറിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് ഈ നായക്ക് കൊടുത്തു. ഈ കാരണം കൊണ്ട് ദാഹിക്കുന്ന നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് അദ്ദേഹം സ്വർഗത്തിൻ്റെ അവകാശിയായി എന്ന്. നായ എന്ന് പറയുന്നത് മുസ്ലിമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് വളരെ വൃത്തികെട്ടതും നജസുമാണ്. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. നായ ഒരു പാത്രത്തിൽ തലയിട്ടാൽ 7 പ്രാവശ്യം കഴുകണം. ഒരു പ്രാവശ്യം മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ട് കഴുകണം. 6 പ്രാവശ്യം അല്ലാത്ത വെള്ളം കൊണ്ടും കഴുകണം. അത്രയും നീചമായ വസ്തുവാണ് നായ. ആ നായക്ക് ദാഹം തീർത്ത് കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗം ലഭിച്ചു എന്നും, പൂച്ചയെ കെട്ടിയിട്ട് എവിടെയെങ്കിലും പോയി വല്ലതും തിന്നാൻ അനുവദിച്ചില്ല, അവൾ ഭക്ഷണം കൊടുത്തതുമില്ല, അതുകൊണ്ട് ആ പെണ്ണ് നരകക്കാരിയായി എന്നും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിശപ്പുള്ളവർക്ക് വിശപ്പ് മാറ്റി കൊടുക്കുക, ദാഹമുള്ളവർക്ക് ദാഹം മാറ്റി കൊടുക്കുക, സഹായം ചെയ്യുക. ഇത് വലിയ ഒരു ഇബാദത്താണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ പർവ്വത ഗുഹയിലിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് അവിടെ വന്ന് റിസാലത്തിൻ്റെ സന്ദേശം കൊടുക്കുന്നത്. എന്നാൽ ആ സന്ദേശം ലഭിച്ചപ്പോൾ സ്വാഭാവികമായും ഒരു ചെറിയ പേടി. എന്താ പേടി? ബുദ്ധിയുള്ള ആളുടെ അടയാളമാണ് പേടി. ഒരു വീട്ടിൽ ഒരു കല്യാണം നിശ്ചയിച്ചാൽ അവിടെ ഒരു പൊട്ടൻ
ബുദ്ധിയില്ലാത്ത ഒരാളുണ്ട്, അവന് ഒരു പേടിയുമില്ല. ബുദ്ധിയുള്ള ആൾക്ക് പേടിയുണ്ടാവും. പക്ഷെ ഞാൻ ക്ഷണിച്ച മുഴുവൻ ആളുകളെയും സ്വീകരിക്കാൻ കഴിയുമോ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമോ, വല്ല വീഴ്ചയും വരുമോ എന്ന് ചിന്തിക്കൽ ബുദ്ധിമാന്മാരുടെ അടയാളമാണ്. ഇവിടെ കേരളയാത്രയുടെ പ്രവർത്തകർ ഇവിടെ കോട്ടയത്ത് എത്തുമ്പോൾ വേണ്ടതുപോലെ ശരിപ്പെടുത്താൻ കഴിയുമോ എന്ന് ഇവിടെയുള്ള പ്രവർത്തകന്മാർ വളരെയധികം പേടിച്ചിട്ടുണ്ടാകും, ആലോചിച്ച് ബേജാറായിട്ടുണ്ടാകും. ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഇന്ന് നമുക്ക് മേൽപോട്ട് നോക്കിയത് മഞ്ഞ് കൊള്ളാതെ ഇരിക്കാനാണ് ഇവിടെ കഴിയുമോ എന്ന് നോക്കിയത്. അപ്പോൾ പന്തലിട്ടിട്ടുണ്ട്, മേൽപ്പന്തലുണ്ട്, മഞ്ഞ് കൊള്ളൂല. ഞങ്ങളെപ്പോലത്തെ അസുഖമുള്ള ആളുകൾക്കൊക്കെ ഇരിക്കാവുന്ന സൗകര്യം കഴിവിൻ്റെ പരമാവധി ഈ നാട്ടുകാരായ പ്രവർത്തകർ ചെയ്തു. നല്ല സ്റ്റേജും എല്ലാം ചെയ്തു. പക്ഷെ ചില ആളുകൾക്കതൊന്നും ഒരു പ്രശ്നമുണ്ടാവില്ല. ഇതുപോലത്തെ ലൗഡ് സ്പീക്കറിന് 1,00,000 ഉറുപ്പികയൊക്കെയാണ് ഒരു ദിവസത്തേക്ക് വാടകയായിട്ട് വാങ്ങൽ. എത്രയാണെന്ന് അറിയില്ല. ഇത് വർദ്ധിക്കുന്നതിനനുസരിച്ച് വാടക കൂടി വില കൂടും. 1,00,000 ഉറുപ്പിക ഒരു മൈക്ക് ഒരു ദിവസം ഉപയോഗിക്കുന്നതിന് വാടക കൊടുക്കേണ്ടതും ഉണ്ട്. അങ്ങനെ കുറേ ലക്ഷങ്ങൾ വേണ്ടി വരും മൈക്കുകൾ ധാരാളം ഉപയോഗിക്കുമ്പോൾ. അപ്പം അതിനും അതുപോലെ ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ബേജാറ് ഉണ്ടാവും. സംഗതികളെല്ലാം റെഡിയാണെങ്കിലും പൊതുവെ ഒരു ബേജാറ് ഉണ്ടാവും. ബുദ്ധിയുള്ളവരുടെ അടയാളമാണ്. അതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി കിട്ടിയപ്പോൾ ഒരു ചെറിയ ബേജാറ്. വേഗം വീട്ടിൽ പോയി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ദമ്മിലൂരി എനിക്കൊരു പുതപ്പിട്ട് മൂടിത്തരണോ. ഉടനെ പുതപ്പിട്ട് മൂടിക്കൊടുത്ത് കിടക്കുന്ന സമയത്ത് എന്താണ് തങ്ങൾക്ക് സംഭവിച്ചതെന്ന് അവിടുത്തെ സഹധർമ്മിണിയായ തന്നിമണിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു. അപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, എന്തിനാണ് നബിയെ തങ്ങൾ ഇതിന് ബേജാറാകുന്നത്? അത് മറ്റൊന്നുമല്ല, പണ്ട് എത്രയോ പ്രവാചകന്മാരെ ജനങ്ങൾ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഈർച്ചപാട് തലയിൽ വെച്ചുകൊണ്ട് നേരെ ഈർന്നുകൊണ്ട് 2 കീറലാക്കി സക്കരിയ നബി അലൈഹിസ്സലാമിനെ എല്ലാം അവർ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം ശത്രുക്കൾ കഴിഞ്ഞ കാലത്തുള്ള അമ്പിയാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമോ, ജനങ്ങൾ എങ്ങനെയാണ് ഇത് സ്വീകരിക്കുക എന്ന് ആലോചിച്ച് എനിക്ക് ചെറിയ പരിഭ്രമം വന്നതാണ്. ആ സമയത്ത് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, വല്ലാഹി ലാ യുഖ്ദീകല്ലാഹു അബദാ, തങ്ങളാ പേടിക്കേണ്ടതില്ല, അള്ളാഹു തആല തങ്ങളെ പരാജയപ്പെടുത്തുകയില്ല. എന്തുകൊണ്ട്? ഇന്നക ലതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതസിലുർ റഹിമ വതുഈനു അലാ നവായിബിൽ ഹഖ്. തങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഒന്നാമതായി തങ്ങൾ അനാഥകളെയും അഗതികളെയും പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളാണ്. തസ്തുക്കുൽ ഹദീത, മറ്റൊന്ന് കളവ് പറയാത്ത ആളാണ്, സത്യം മാത്രം പറയുന്ന ആളാണ്. തക്സിബുൽ മഅദൂമ,
ആരുടെയെങ്കിലും കയ്യിൽ ഇല്ലെങ്കിൽ ഇല്ലാത്തത് ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. കുടുംബ ബന്ധത്തെ ചാർച്ചബന്ധത്തെ ചേർക്കുന്ന ആളാണ്. ഈ ഗുണങ്ങളെല്ലാം ഉള്ള ഒരു മനുഷ്യൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. 40 കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല. കളവ് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കളവാകാൻ സാധ്യതയുണ്ട് എന്ന് മറ്റൊരാൾക്ക് തോന്നുന്ന വാക്ക് പോലും പറഞ്ഞില്ല. ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന ഹിറക്കിൾ ചക്രവർത്തി അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു. അബൂ സുഫിയാൻ അന്ന് മുസ്ലിം അല്ല. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ക്രൈസ്തവരുടെ അന്നത്തെ വലിയ ചക്രവർത്തിയായിരുന്ന റോമൻ ചക്രവർത്തിമാരുടെയും മേലെ ഏറ്റവും വലിയ ഉയർന്ന ചക്രവർത്തിയായിരുന്ന ഹിറക്കിൾ ചോദിക്കുന്നു, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി, ഈ മുഹമ്മദ് നബി കഴിഞ്ഞ 40 കൊല്ലത്തിൻ്റെ ഇടയിൽ കളവ് പറഞ്ഞിട്ടുണ്ടോ എന്നല്ല ചോദിക്കുന്നത്, കളവാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വല്ല വാക്കുകളും 40 വയസ്സിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു അന്ന് ഇസ്ലാമിൻ്റെ കഠിന ശത്രുവായിരുന്നിട്ട് പോലും അബൂ സുഫിയാൻ പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ പാവപ്പെട്ടവരെയും അനാഥ അഗതികളെയും സംരക്ഷിക്കുക എന്ന അതിമഹത്തായ പ്രവർത്തനം ഉള്ളത് കൊണ്ടാണ് പരാജയം വരില്ല എന്ന് പ്രത്യേകം വിളിച്ചു പറഞ്ഞത്. അതുപോലെ ഞങ്ങളും ഇപ്പോൾ ഈ യാത്രയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ധാരാളം ചെലവുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് സദക്ക എന്ന പേരിൽ ഒരു ഫണ്ട് രൂപീകരിച്ചതും അതിൽ നിങ്ങളൊക്കെ സംഭാവന ചെയ്യണമെന്ന് പറയുന്നതും അതൊക്കെ അതിൻ്റെ ഭാഗം കൊണ്ടാണ്. ഞങ്ങൾക്ക് ഇവിടെ വേറെ ജോലിയില്ലാത്തത് കൊണ്ടല്ല, ഇന്ന് നമ്മുടെ രാജ്യത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അനൈക്യം കഴിവിൻ്റെ പരമാവധി ഇല്ലാതെയാക്കണം. ആരെങ്കിലും ഒരു വിഭാഗം ക്രൈസ്തവരുടെ അടിയന്തര ദിവസം അവരുടെ ആചാരം നടത്തിയാൽ അതിനെ നാം ചോദ്യം ചെയ്യേണ്ടതില്ല, നമ്മളതിൽ പോകേണ്ട. അതുപോലെ ഹൈന്ദവർ, ഹിന്ദുക്കൾ അവരുടെ ആചാരം ചെയ്യുന്നതിനെ മറ്റാരും ചോദ്യം ചെയ്യാൻ പോകണ്ട. മുസ്ലിമീങ്ങൾ അവരുടെ ആചാരവും പ്രവൃത്തിയും നടത്തുമ്പോൾ അതിനെയും ചോദ്യം ചെയ്യാൻ പോകാൻ പാടില്ല. അങ്ങനെ എല്ലാ മതവിഭാഗം ആളുകളും മതത്തിൻ്റെ പ്രവർത്തകന്മാരും മറ്റൊരു മതത്തെ കടന്ന് ആക്രമിക്കാതെ സൗഹാർദ്ദത്തിലും യോജിപ്പിലും ഇവിടെ ജീവിച്ച് മുന്നോട്ട് നീങ്ങണം എന്ന് ജനങ്ങളെ അറിയിക്കാനാണ് മനുഷ്യർക്കൊപ്പം എന്ന ഈ മുദ്രാവാക്യവുമായി ഞങ്ങൾ പുറപ്പെട്ടത്. വെറുതെ പുറപ്പെട്ടതല്ല, അത് വളരെയധികം ധാരാളമായി സംസാരിക്കാനുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ നിങ്ങളോട് പറഞ്ഞുവല്ലോ, ഞങ്ങൾ 16-ാം തീയതി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മുഖ്യമന്ത്രിയെ കാണുന്നു, അദ്ദേഹത്തിന് മെമ്മോറാണ്ടം കൊടുക്കുന്നു. അത് ഓരോ നാട്ടിലുമുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കി അവ ക്രോഡീകരിച്ച് ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ്. അങ്ങനെയാണ് കഴിഞ്ഞ കാലത്തും ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ
മുമ്പൊരിക്കൽ ഒരു യാത്രയിൽ വന്നിട്ടുണ്ട്. അന്ന് ഇവിടെ മന്ത്രിയായി വന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു. അദ്ദേഹത്തോടും പറഞ്ഞു, അന്നത്തെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയോടും പറഞ്ഞു, അന്നത്തെ മന്ത്രിമാരോടൊക്കെ ഞങ്ങൾ സംസാരിച്ചു. ഏതായിരുന്നാലും അതുപോലെ നമ്മുടെ രാജ്യത്ത് സൗഹാർദ്ദവും മതമൈത്രിയും ഉണ്ടാക്കി തീർക്കണം എന്ന ഒരു ലക്ഷ്യം, അതോടൊപ്പം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഹക്കിൻ്റെ പാർട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിച്ച ദീൻ, അവിടുത്തെ സഹാബത്ത്, അവിടുത്തെ താബിഈകൾ, അയിമ്മത്ത് മുജ്തഹിദുകൾ, മഹാന്മാരായ ആളുകൾ യാതൊരു വ്യത്യാസവുമില്ലാതെ, വള്ളിക്ക് വ്യത്യാസമില്ലാതെ നമുക്കിതുവരെ എത്തിച്ചു തന്നു. അത് മാറ്റം ചെയ്യാൻ പാടില്ല എന്നും നമുക്ക് ജനങ്ങളോട് പറയേണ്ടതുണ്ട്. അത് പറയാൻ വേണ്ടി രൂപീകൃതമായ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന് 100 കൊല്ലം തികയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഘടനയും അതിൻ്റെ പ്രവർത്തനവും നല്ല നിലയിൽ നടത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.